ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും എപ്പിസോഡൊക്കെ കണ്ടു കാണും. നെവിന്റെ പരാക്രമണം, നെവിന്റെ ആക്രമണം അനുമോൾക്കെതിരെ, അല്ലെങ്കിൽ നെവിൻ ടാർഗറ്റ് ചെയ്യുന്നത് ഈ അനുമോളെയാണല്ലോ. വന്ന അന്നു മുതൽ ആദ്യമൊക്കെ അനുമോളുമായിട്ട് നല്ലൊരു കമ്പനി ആയിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഈ പറഞ്ഞ നെവിൻ ഈ ജിസേലുമായിട്ട് അടുക്കുകയും ജിസേലിന്റെ തലയണ മന്ത്രത്തിൽ വീഴുകയും അതുപോലെ ജിസേലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുകയും ചെയ്ത ഒരാളാണ്. അതിനുശേഷം ഇവരെല്ലാവരും ജിസേലിന്റെ അടിമകളായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നത് നെവിന് ഈ അനുമോളോട് വാശി ഉണ്ടാകാനുള്ള ഏക കാരണം ജിസേലിന്റെ പുറത്താക്കൽ തന്നെയാണ്. അതുപോലെ തന്നെ ആര്യനെയും ജിസേലിനെയും കുറിച്ച് അനുമോൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതൊന്നും ഈ പറയുന്ന നെവിൻ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു ടീമായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഈ പറയുന്ന അക്ബറിനോട് ഈ നെവിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അനുമോളേക്കാൾ നല്ല ഡിസേർവിംഗ് ആയ ഒരു ആളായിരുന്നു ഇവിടെ ജിസേൽ. ഇവള് പോയിട്ട് ജിസേൽ നിന്നാ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവന്റെ മനസ്സിൽ എത്രമാത്രം അനുമോളുടെ ദേഷ്യം ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഷാനവാസ, അനീഷ്, ഇവരെല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ വന്നവരാണ്. പക്ഷെ ഇവരാരും ഒരാളോടുള്ള വൈരാഗ്യമോ ഒന്നും പേഴ്സണലായിട്ട് എടുത്ത് ഇത്രയും ഹരാസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അനുമോളോട് നെവിൻ കാണിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. അതിന് കൂട്ട് ബിഗ് ബോസ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ തഴുകി തലോടി ഇതിന് വളമിട്ട് കൊടുത്ത് വളർത്തിയ ഒരു വലിയൊരു പടുവൃക്ഷമായി മാറിയ ഒരാളാണ് ഈ നെവിൻ. ലാലേട്ടനെ നമുക്ക് പറഞ്ഞേ പറ്റൂ. വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ കൊടുക്കുന്ന ക്ലൂ കണ്ടിട്ടാണല്ലോ ഇവരെല്ലാവരും ഓരോരുത്തരെ വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ആദിലയും നൂറയും ഇപ്പോഴും പല സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ആരെയാണോ പുകഴ്ത്തി സംസാരിക്കുന്നത് അവരോടൊപ്പം പോയി അങ്ങ് ചേരും. ഇപ്പോഴും അവർക്കും ഗെയിം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ആ മരത്തിലാണ് കുറച്ച് പൂവുള്ളതെന്ന് പറഞ്ഞാൽ ആ മരത്തിലോട്ട് ചായും, ഈ മരത്തിലാണ് കുറച്ച് പൂവുണ്ടെന്ന് പറഞ്ഞാൽ ഈ മരത്തിലോട്ട് ചായും. ആ ഒരു ഇതിൽ പോകുന്ന ആൾക്കാരാണ്. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് നെവിൻ വന്ന് അവിടെ ഒരു വിഷു ഉണ്ടാക്കുന്നുണ്ട്. അനുമോളുടെ ബെഡിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? അനുമോള് അവിടെ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അനുമോൾ മാത്രമല്ല അവിടെ എല്ലാവരും കിടക്കുന്നുണ്ട്. അനുമോൾ അവിടെ ഉറങ്ങിയിട്ടില്ല. അനുമോൾ അവിടെ കണ്ണു തുറന്ന് തന്നെയാണ് കിടക്കുന്നത്. ആ സമയത്ത് വന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നു, ഞാൻ ഉറങ്ങുവല്ല, ഞാൻ കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അത് പറ്റത്തില്ല, നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ടാർഗറ്റ് ചെയ്ത് അനുമോളെ ആക്രമിക്കുക. നമ്മൾ ഇടയ്ക്ക് കണ്ടതാണ്. ഇവനെ വിളിച്ചുകൊണ്ട് ബിഗ് ബോസ് തന്നെ പോയി ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന് മെന്റലായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. ഇവൻ വേറൊരു റേഞ്ചിലാണ്, വേറെ ഏതോ ഒരു ലോകത്താണ് ഇവൻ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ ഇവന്റെ റേഞ്ച് വിട്ടുവിട്ടു പോകുന്ന ഒരാളാണ്. അനുമോൾ അവിടെ കിടക്കുന്നു, അനുമോളുടെ മുഖത്ത് കൊണ്ടുവന്ന് വെള്ളം തെളിക്കുന്നു. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആരുടെ മുഖത്ത് വെള്ളം തളിച്ചെന്ന് പറഞ്ഞാലും അവര് പ്രതികരിക്കും. അതുപോലെ തന്നെ അനുമോൾ ആണെങ്കിൽ തിരിച്ച് അവന്റെ മേത്തും വെള്ളം ഒഴിച്ചു. ഇവൻ അപ്പോൾ എന്ത് ചെയ്തു? ആജ്ഞാവൃത്തനായ ആര്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആര്യനോട് പറഞ്ഞു, ക്യാപ്റ്റനാണ് പറയുന്നത് നീ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ. ഒരു വലിയൊരു കൊട്ടകത്തി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന അനുമോളുടെ ബെഡിലേക്ക് ഒഴിക്കുകയാണ്. ആ ക്യാമറയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അനുമോള്, നീ എന്നാ ഒഴിക്കടാന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ഈ ബെഡിലേക്ക് അങ്ങ് ഒഴിച്ചു. പക്ഷെ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. കുറ്റം വരുമ്പോൾ അവിടെ വരും, അനുമോളിൽ തന്നെ വരും. എന്ന് വെച്ചാൽ അനുമോൾ ശരിക്കും പറയുന്നുണ്ട് തിരിച്ച്. എന്നുവെച്ചാൽ എത്ര മാത്രമാണ് ഒരു മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആദില നൂറ, ഞാൻ അവിടെ പറയാൻ വന്നത്, നമ്മൾ നെവിൻ നെവിൻ ആണെങ്കിൽ വെറുപ്പീരിന്റെ അങ്ങേയറ്റവും ഇതുപോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല ഒരു സീസണിലും. എന്ന് വെച്ചാൽ ഇവന്റെ കാലി വാരി അടിക്കാൻ തോന്നും. വേറെ ആമ്പിള്ളേർ അവിടെ ഇല്ലാഞ്ഞിട്ടാ, തടിമിടി കൊണ്ടെന്നേ ഉള്ളൂ. അവിടെ ആണാന്ന് പറയാൻ ആരും ഇല്ല. ആകെ ഉള്ളത് ആ ഷാനവാസും അനീഷും മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ സാബുമാൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല, അവന്റെ കാര്യം വന്നാൽ മാത്രം മിണ്ടും. ബാക്കിയെല്ലാം ചണ്ണന്മാരാണ്. അപ്പൊ എന്തായാലും അവന്മാരെല്ലാം ഇവന്റെ വാലി തൂങ്ങി നടക്കുവാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഇവന്റെ വാലി തൂങ്ങി നടക്കുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്ന ഇവനെ കാലി വാരി അടിച്ചേനെ. എന്ന് വെച്ചാൽ ബിഗ് ബോസ് എങ്കിൽ ബിഗ് ബോസ് പോയാൽ പോട്ടെന്ന് വിചാരിച്ചിട്ട്. അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇവനെന്തുകൊണ്ടാണ് ആണുങ്ങളോട് ഗെയിം കളിക്കാത്തത്? ആണുങ്ങളുടെ നേരെ എന്താണ് ഇവൻ ഗെയിം കളിക്കാത്തത്? കളിച്ചാൽ വിവരം അറിയും. ഇവൻ ഷാനവാസിനെതിരെയോ ഈ പറയുന്ന അനീഷിനെതിരെയോ സാബുമാനെതിരെയോ അവൻ തിരിയട്ടെ. ഇവനെ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അവര്. അതുകൊണ്ട് അവരോട് വാൻ ഭയം. ഒന്നിനും പ്രതികരിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് എന്തും നടക്കും, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് വിചാരമുള്ള അനുമോളുടെ ദേഹത്തേക്കാണ് ഇവന്റെ അറ്റാക്ക് മൊത്തവും നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദില നൂറ ഇതുപോലെ കൊടും വിഷങ്ങൾ രണ്ടെണ്ണം അനുമോളെ പറ്റി നടക്കുകയും പക്ഷെ അനുമോളെ ചതിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഈ രണ്ടുപേരാണ്. ഇത്രയും വിഷയം അവിടെ ഉണ്ടായിട്ട് പോലും അവിടെ നെവിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അനുമോളോടുള്ള ദേഷ്യം. ഇവരെ ഇടയ്ക്കിടയ്ക്ക് LGBTQ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്നേഹം ഈ പറയുന്ന നെവിനുമായിട്ട് ഇവർ കാണിക്കാറുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇവർക്ക് നെവിനോട് പ്രത്യേക ഒരു അടുപ്പമൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. ഇവർ പറയും ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും, ഇവനെ അറിയത്തുപോലും ഇല്ലെന്നൊക്കെ പറയും. പക്ഷെ ആ ഒരു സ്നേഹം ഈ പറയുന്ന നെവിനോടുണ്ട്. അത് ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ ഈ പറയുന്ന റിയാസ് ആണ്. റിയാസ് വന്നിട്ട് അന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന ആൾക്കാര്, അതുപോലെ നെവിനെ. അതിനുശേഷമാണ് നെവിനോട് ഇത്രയും സ്നേഹം ഇവർക്ക് തുടങ്ങിയത്.
അതുപോലെ തന്നെ ഒരു ടാസ്ക്, ആ ടാസ്കിൽ തന്നെ ബോൾ എടുത്തെറിയുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ഈ പറയുന്ന നെവിൻ അറിഞ്ഞുകൊണ്ട് തന്നെ അനുമോളെ ബോൾ എടുത്ത് എറിയുന്നുണ്ട്. അതും അടുത്തുപോയി നിന്ന് എത്രമാത്രം ഉപദ്രവിക്കാമോ അത്രമാത്രം അവിടെ നിന്ന് ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ് അനുമോളുടെ അടുത്തേക്ക് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഷാനവാസിന്റെ ദേഹത്ത് കൊള്ളുന്നുണ്ട് ഇവൻ എറിയുമ്പോൾ. അപ്പൊ ഷാനവാസ് തിരിച്ചറിയുമ്പോൾ എന്തുകൊണ്ട് ഇവൻ ഷാനവാസിനെ എറിഞ്ഞില്ല? എറിഞ്ഞാൽ വിവരം അറിയുമെന്ന് അവൻ അറിയാം. ഷാനവാസ് എറിഞ്ഞ അവനെ ഓടിച്ചേനെ. ബിഗ് ബോസ് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞു, എന്നിട്ടും ഇവൻ അനുസരിക്കാതെ അനുമോളെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അടുത്ത് പോയി നിന്നുണ്ട്. അവിടെ വരയിട്ടിട്ടുണ്ട്, ആ വരയിൽ നിന്ന് വേണം എറിയാനെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവൻ പല തവണ ഈ വരയ്ക്ക് അപ്പുറം നിന്നുകൊണ്ട് അടുത്തു പോയി നിന്ന് അനുമോളെ എറിയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് അവസാനം ചൂടായിട്ട് പറഞ്ഞിട്ട് പോലും ഇവൻ അടുത്തു പോയി നിന്ന് ബോൾ എടുത്ത് മേലോട്ടൊക്കെ എറിയുന്നുണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസിനെ പോലും ഇവന് വിലയില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ബിഗ് ബോസ് തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ബോൾ എറിയുന്ന സീൻ ഒന്ന് കാണാം. അങ്ങനെ അറിയാൻ പറ്റില്ല. അവൻ അടുത്ത് പോയിട്ട് എറിഞ്ഞത് മുഖത്തിനിട്ടാണ്. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ എറിയാൻ പാടില്ല. എറിയാനാണ് അവിടെ മാർക്ക് തന്നിരിക്കുന്നത്. അവിടെ നിന്ന് മാത്രം ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത് എറിയാവുന്നതാണ്. നെവിൻ, അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ബിഗ് ബോസിനൊന്നും ഒരു വിലയില്ല, പട്ടിയുടെ വില പോലും ഇല്ല നെവിന്റെ മുന്നിൽ ബിഗ് ബോസിന് പോലും. അവൻ ലാലേട്ടൻ വരുമ്പോൾ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞത് ഇതിലും കൂടെ അങ്ങ് ചേർത്തോണ്ടാ മതി. എന്നിട്ട് അവൻ അടുത്ത് പോയി നിന്നുകൊണ്ട് ആ ബോൾ എടുത്ത് മേളിലോട്ട് എറിയുന്നത്. അപ്പൊ അത് ബിഗ് ബോസിനെ പോലും ധിക്കരിക്കുകയാണ്. എന്ന് വെച്ചാൽ പേഴ്സണൽ റിവെഞ്ച്, അനുമോളോടുള്ള പേഴ്സണൽ റിവെഞ്ച് എടുത്ത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവൻ അവിടെ നിൽക്കുന്നത് ഏറ്റവും നല്ലത് ഈ അനുമോൾ ഫാൻസിന് തന്നെയാണ്. വേറൊന്നുമല്ല, അനുമോൾക്കും തന്നെയാണ്. ഇവൻ തന്നെ അനുമോളെ ഓട്ടോമാറ്റിക്കായിട്ട് കപ്പ് അടിപ്പിച്ചോളൂ. വേറൊന്നുമല്ല, അനുമോൾക്ക് പോസിറ്റീവ് ഉണ്ടായി കൊടുക്കാൻ എനിക്ക് തോന്നുന്നു യഥാർത്ഥ PR, എനിക്ക് തോന്നുന്നു ഇവരെല്ലാം പറഞ്ഞത് 16 ലക്ഷം രൂപ PR കൊടുത്ത് ഒക്കെയാണ് PR എടുത്തിരിക്കുന്നത് അനുമോൾ. എനിക്ക് തോന്നുന്നു 16 ലക്ഷം ഇവര് കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അതുപോലെ കപ്പ് വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും നെവിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നെവിൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നെവിൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയ്യോ, പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നെവിനെ പറഞ്ഞ് അടക്കി ഒതുക്കി ഇരുത്തിയ ബിഗ് ബോസ് ആണ് ഈ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബിഗ് ബോസിന് അവൻ അവിടെ പുല്ല് വിലയാ കൊടുത്തിരിക്കുന്നത്, പുല്ല് വില. അവർക്കൊന്നും വിഷയമില്ല. സാർഗോ അവിടെ ഉള്ളിടത്തോളം കാലം, അക്ബർ അവിടെ ഉള്ളിടത്തോളം കാലം, ആര്യൻ അവിടെ ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞ നെവിൻ അവിടെ എന്ത് തെണ്ടിത്തരവും കാണിക്കാം. ഒരാൾ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് മോലാളി എന്തോ ചെയ്യും, ഒന്ന് തഴുകി തലോടി ഒന്ന് സൂചിപ്പിച്ച് അവന്റെ ആ ചേഷ്ടകളും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് ആളങ്ങ് പോകും. അപ്പൊ ഇവന് പിന്നെയും വളവാകും. ഇവന് ഇനി അടുത്ത ആഴ്ച ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ ഇതിലും മാരകമായിരിക്കും. ഞാൻ പറയുന്നത്, ഇവൻ ഇനി അടുക്കളയിലെങ്ങാനും നിന്നുകൊണ്ട് ഒരു വിഷയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവന് അനുമോളെ വേണമെങ്കിൽ അവിടേക്കുന്ന ആയുധമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും, അല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്ത് മുഖത്തെറിഞ്ഞു കളയും. ഇതൊക്കെ അവൻ ചെയ്യും. അവൻ അത്രമാത്രം ദേഷ്യം ഈ അനുമോളോടുണ്ട്. യഥാർത്ഥ സ്വഭാവം, ഈ 3 എണ്ണത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പൊ എന്തായാലും വെളിയിൽ വന്നിട്ടുണ്ട്. കിച്ചണിൽ കയറിയതിൽ പിന്നെ ഇവന്മാര് 3 പേരും ഒരു പണിയും ചെയ്യാതെ അവിടെ ഇരുന്ന് മറ്റുള്ളവരെ കളിപ്പിച്ച് തിന്നോണ്ടിരുന്നവന്മാരാ ഈ 3 പേരും. അതിനകത്ത് നെവിൻ മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ ജോലി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം വൈകുന്നേരങ്ങളിലൊക്കെ ഈ പറയുന്ന ആര്യനും കിച്ചണിലൊക്കെ പോയി പണിയെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ, അങ്ങനെ തന്നെ പറഞ്ഞ അക്ബർ ഒരു പണിയും ചെയ്യാതെയാണ് ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നല്ല പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആർക്കും ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സമയത്തിന്. വേറൊന്നുമല്ല, ഇവനൊന്നും ഈ അക്ബറിന് പണിയെടുക്കാൻ വയ്യ. അതുപോലെ ആര്യൻ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് അവിടെ ജോലി ചെയ്യുന്ന കാണാം. ഇതുപോലെ നെവിനും അടുക്കളയിൽ നിൽക്കും. പക്ഷെ ഈ അക്ബർ അവിടെ ബീൻ ബാഗിൽ ഇങ്ങനെ രാജാവിനെ പോലുന്നുകൊണ്ട് അവർക്ക് ഓർഡർ കൊടുക്കുന്നതൊക്കെ കാണാം. അപ്പൊ ഈ 3 ബുള്ളിംഗ് ഗ്യാങ്ങുകളും കൂടി ചേർന്നുകൊണ്ട് അവിടെ കാണിക്കുന്ന എല്ലാ സപ്പോർട്ട് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ബിഗ് ബോസ് തന്നെയാണ്. ഇവർക്ക് വളം വെച്ച് കൊടുത്തതും ബിഗ് ബോസ് ആണ്. പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്കും ഇഷ്ടം ഈ അനുമോളെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്തോന്ന് അറിയത്തില്ല, ബിഗ് ബോസിനും അനുമോളോട് എന്തോ വലിയൊരു ദേഷ്യമുള്ള പോലെ തോന്നുന്നു. എന്തായാലും അനുമോള് ശരിക്കും ബിഗ് ബോസിന്റെ കാര്യങ്ങളെ കുറിച്ച് വെട്ടിത്തുറന്ന് കഴിഞ്ഞ നോമിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ ദേഷ്യവും കാണുമായിരിക്കും മനസ്സിൽ. ഒരു സ്ത്രീ ആണല്ലോ, ഒരു സ്ത്രീയെ മാക്സിമം എത്രമാത്രം ഉപദ്രവിക്കാമോ അത്ര മാത്രം ഇവന്മാർ അങ്ങേ അറ്റം വരെ ഉപദ്രവിച്ച് കഴിഞ്ഞു. ഒരു പരിധിയെല്ലാം കഴിഞ്ഞു.
ഒരു പെണ്ണിനെ അവിടെ ഇട്ട് ഇത്രയും ക്രൂശിക്കുമ്പം ഇതൊന്നും പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ ഞാൻ പി ആർ ആകാത്തത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പി ആർ ആകുവാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പി ആർ ആണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അനുമോളുടെ പി ആർ ആണ് ഞാൻ, അതിൽ ഞാൻ അഭിമാനിക്കുന്നു, അത്രേ ഉള്ളൂ. കപ്പെടുക്കുമോ കപ്പെടുക്കത്തില്ലോ എന്നുള്ളത് വിഷയമല്ല. അനുമോളുടെയും അനീഷിന്റെയും ഷാനവാസിന്റെയും പി ആർ ആണ് ഞാൻ. അതുപോലെ തന്നെ ഈ നോമിനേഷനിൽ അക്ബറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അനുമോള് പറഞ്ഞിരുന്നു. ആര്യൻ അവിടെ നിന്ന് അത് ഒട്ടി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ആര്യൻ അക്ബറിനോട് പറയുന്നുണ്ട്, നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, നിനക്ക് ക്രൂവിൽ ആളുണ്ട്, നിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് ബിഗ് ബോസ് നിനക്ക് ഒരുപാട് പ്രിവിലേജ് തരുന്നു എന്നൊക്കെ നോമിനേഷനിൽ പറഞ്ഞു എന്നുള്ളത്. അതിനെക്കുറിച്ച് അക്ബറിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ കുറച്ച് കാര്യം പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. എനിക്ക് മനസ്സിലായത് വെറുതെ പറഞ്ഞു. അല്ല, ആരാണ് വിന്നറാക്കാൻ ശ്രമിക്കുന്നത്? അതെനിക്കറിയില്ല. പ്രൊഡക്ഷന്റെ ആൾക്കാരൊക്കെ പേര് പറഞ്ഞു ഇല്ല. ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ നിന്നെ അറിയാൻ നല്ലോണം കുറെ വർഷമായിട്ട്, അപ്പൊ നിന്നെ വിന്നറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണൊക്കെ. വേറെ അവിടെ ആരും പേരറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പേര് പറയുന്നുണ്ടോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും പറയുന്നുണ്ടില്ല, പ്രൊഡക്ഷന്റെ ആൾക്കാരൊക്കെ നിന്റെ ആൾക്കാരാണെന്നാണ് പറയുന്നത്, നിന്നെ വിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അവള് പറഞ്ഞു വന്നു. നിന്നെ കുറച്ചോ? ഇല്ല പറഞ്ഞിട്ടില്ല. വെറുതെ അവള് മറ്റേ മീ കൺഫെഷൻ റൂമിലേക്ക് പോയില്ലേ സംസാരിക്കാൻ, അപ്പൊ അതൊക്കെ എല്ലാം അവള് പറഞ്ഞു. വെറുതെ അവൾക്ക് ഇതിനകത്ത് ആര്യം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കൺസെഷൻ റൂമിലൊക്കെ പോകില്ലേ സംസാരിക്കാൻ, അത് കണ്ടിട്ടായിരിക്കും അനുമോൾ അങ്ങനെ പറയുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, 24 ലൈവ് കാണുന്ന, സ്ഥിരമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ പറയണം എത്ര പ്രാവശ്യം അങ്ങനെ നമ്മൾ വിളിച്ച് കണ്ടിട്ടുണ്ട് അക്ബറിനെ കൺസെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അക്ബർ കൺസെഷൻ റൂമിൽ പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ മിക്ക ദിവസങ്ങളിലും. എന്തിനാണ് പോകുന്നത്? ഓക്കെ, ഇപ്പം വയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ ഷാനവാസ് പോകാറുണ്ട്, ഗുളികയ്ക്കോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ പോകാറുണ്ട്. അപ്പം നീ മിക്കവാറും ദിവസങ്ങളിൽ പറയുന്നുണ്ട്, ഇതിനകത്ത് ആര്യം പറയുന്നുണ്ട്, കൺസെഷൻ റൂമിലൊക്കെ പോയി സംസാരിക്കാൻ പോകാറില്ലേ എന്നുള്ളത്. അത് കണ്ടിട്ടായിരിക്കാം അനുമോൾ ഇങ്ങനെ പറയുന്നതെന്നാണ് ഇവിടെ ആര്യം പറയുന്നത്. നിങ്ങൾ എത്ര വട്ടം ലൈവിൽ കണ്ടിട്ടുണ്ട്? ഇങ്ങനെ കൺസെഷൻ റൂമിൽ എത്ര പ്രാവശ്യം പോയിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെന്തോ വൻ കളികളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. അതിന് ആര്യന്റെ വായിൽ തന്നെ അത് വീഴുന്നുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയോ ഇതിനകത്ത് ചീഞ്ഞു നാറുന്നുണ്ടെന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ല. അതുപോലെ തന്നെ ഈ അക്ബറിന്റെ പി ആറുകള് പോയിട്ട് അക്ബറിനെ കഴിഞ്ഞ ആഴ്ച പുറത്താക്കിയല്ലോ, ആ സമയത്ത് അക്ബറിനെ പോയി കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. വെളിയിൽ വന്നപ്പോൾ കാറിൽ മാരുതിയിൽ വെളിയിൽ വന്നപ്പോൾ കണ്ടെന്നോ സംസാരിച്ചെന്നോ എന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾക്കും അറിയാം വെളിയിൽ കൊണ്ടുപോയപ്പോഴേ എന്തോ കാര്യമുണ്ടെന്നുള്ളത്. അപ്പം അത് ഷോ ഡയറക്ടറിന്റെ സമ്മതത്തോടു കൂടിയാണ്. ഷോ ഡയറക്ടർ അവിടെ പോയാലല്ലേ എല്ലാവരും സംശയിക്കൂ, അല്ലെങ്കിൽ അവിടെ സംസാരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് വേറെ രീതിയിൽ പി ആറുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്ബറിനോട് ഇതിനെ ഷോയെ കുറിച്ചുള്ള കുറച്ച് ഹിന്റൊക്കെ കൊടുത്തിട്ടാണ് വന്നതെന്നും കേൾക്കുന്നു. ഓക്കെ, ഇനി അത് നമുക്കിങ്ങനെ പറയുമ്പോൾ നമുക്കത് വിശ്വസിച്ചല്ലേ പറ്റൂ. അപ്പൊ അതിനുള്ള തെളിവുകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വെളി വരുമെന്നാണ് പറയുന്നത്. എന്തായാലും അക്ബറിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ ഇതിനകത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്, സാറിനെ കുറിച്ചാണോ ഈ അനുമോള് പറഞ്ഞത് എന്നുള്ളത്. അതാരാണ് ഈ സാറ്? സാറിന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും, സാറിന്റെ പേരിലും സായുണ്ട്. അപ്പം ആ സാറും ഈ മോനും മക്കളും എല്ലാരും കൂടെ ചേർന്നുള്ള പരിപാടിയാണ്. അപ്പൊ ആ സാറിനെ കുറിച്ചാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആര്യൻ അവിടെ ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ആര്യൻ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആയിരിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ആര്യനും അറിയായിരിക്കുമല്ലോ ഈ സാറിനെ കുറിച്ച്, അല്ലെങ്കിൽ സാർ ഏതാണെന്നുള്ളത് ആര്യൻ ചോദിക്കണ്ടേ. അപ്പൊ ഈ സാർ ആരാണെന്ന് ആര്യനും അറിയാം. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും ആ ബിഗ് ബോസിൽ നിന്ന് നല്ല രീതിയിൽ ഹിന്റ് കിട്ടുകയും നല്ല രീതിയിൽ പറഞ്ഞ് പാടിപ്പിച്ച് നിങ്ങളെ ഒന്നും ഞങ്ങൾ പുറത്താക്കത്തില്ല, നിനക്ക് അവിടെയൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ളത് കൃത്യമായിട്ട്, നിന്നെയൊക്കെ ഇത്രയും ദിവസം അവിടെ നിർത്തിക്കോളാം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വിട്ടിട്ടുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത്. തീയില്ലാതെ പുകയുണ്ടാവത്തില്ല എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് പുകയത്തില്ലല്ലോ, എന്തായാലും തീ ഉണ്ടാവുമല്ലോ. അപ്പം ഈ ആര്യൻ എന്തുകൊണ്ട് അത് ആരാണെന്ന് ചോദിക്കാതെ സാറാണോ എന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കാം എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇവരെല്ലാവരെയും ടാർഗറ്റ് ചെയ്യാൻ ഇട്ടുകൊടുത്തിരിക്കുന്ന അനുമോളെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അനുമോളോട് അതാണ് ഈ ലാലേട്ടൻ വരുമ്പോൾ തന്നെ ലാലേട്ടനും പല സമയങ്ങളിലും ഈ അക്ബറിന്റെയും ആര്യന്റെയും നെവിന്റെയും പക്ഷം ചേർന്നുകൊണ്ട് അനുമോളെ ക്രൂശിച്ചിട്ടുണ്ട്. ഷാനവാസിനെ ക്രൂശിച്ചിട്ടുണ്ട്, അനീഷിനെ ക്രൂശിച്ചിട്ടുണ്ട്. പല സമയങ്ങളിൽ വേണ്ട ചെറിയ ചെറിയ സില്ലി കേസുകളൊക്കെ എടുത്തിട്ടിട്ട് ഈ പറയുന്ന അനുമോളെയും ഷാനവാസിനെയും ഈ പറയുന്ന അനീഷിനെയും
എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആര്യനെയും അക്ബറിനെയും നെവിനെയും എന്തെങ്കിലും ഒരു വിഷയത്തിൽ എടുത്തിട്ട് കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ തഴുകി തലോടിയല്ലയോ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന മഹാനടനൊക്കെ വന്നിട്ട് ഈ നടനം നമ്മളെ എല്ലാം കാണിച്ച് നമ്മളെ ഫൂളാക്കുകയാണോ ഇപ്പൊ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മഹാനടൻ ഇപ്പോൾ ലൈവായിട്ട് നമ്മളോട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്നിട്ട് മഹാനടൻ അഭിനയിച്ച് ഇപ്പൊ നമ്മളെ പ്രേക്ഷകരെ എല്ലാം കളിപ്പിക്കുകയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. സത്യം, എനിക്ക് എന്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കിപ്പോ സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം ബുള്ളിങ് ചെയ്തിട്ടും ഇത്രമാത്രം ഒരു പെണ്ണിനെ ഇത്രയിട്ട് ഹരാസ് ചെയ്തിട്ടും ഒന്നും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നും ചോദിക്കുന്നില്ല. നെവിൻ കാണിക്കുന്ന എല്ലാ ചെറ്റത്തരത്തിനും എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടു നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്കൊരു ഫേവറിസം, ആര്യനായിക്കോട്ടെ അക്ബറിനായിക്കോട്ടെ ഈ പറഞ്ഞ നെവിനായിക്കോട്ടെ, ശരി ആ ബിഗ് ബോസ് ഹൗസിൽ അവരൊരു മുൻഗണന കൊടുക്കുന്നതായിട്ട് നമുക്കെന്നല്ല ഈ ഷോയെ കൃത്യമായി വിലയിരുത്തുന്നവർക്കെല്ലാം അത് മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് ശരിക്കും ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും ചോദിക്കേണ്ട പല വിഷയങ്ങളും മുക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് അവിടെ നാടകം കളിക്കുന്ന ഒരു ആങ്കറിനെ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വീക്കെൻഡ് എപ്പിസോഡിലും നമ്മളെ എല്ലാം കളിപ്പിക്കുന്ന രീതിയിലാണോ ഈ നടനമാടിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ ഒരാളുടെയും മുന്നിൽ ഫുള്ളായി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന കാര്യം ഇതാണ്. നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ, നമുക്കത് ശരിയായ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതിന് ഇങ്ങനൊരു വലിയ ആളാണ്, ഇന്ന ആള് വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. അനുമോൾ അവിടെ പല പ്രാവശ്യവും തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഫേവറിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ ഉടനെ അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ PR-കളാണ് ഈ കളിക്കുന്നത്, PR കൊടുത്തവരാണ് ഈ സംസാരിക്കുന്നത്, വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെളിയിൽ വന്ന കണ്ടസ്റ്റൻസ് വരെ എതിര് നിൽക്കുന്നു. കാരണം മറ്റൊന്നുമില്ല, അത് പിന്നെ അസൂയ. വെളിയിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് മൊത്തം അസൂയ. പിന്നെ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാവും. ഫാൻ ഫൈറ്റുകൾ ഒരുപാടുണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ സീസണിലും നടക്കുന്നതാണ്. എല്ലാവരും PR എന്ന് പറയാറുണ്ട്. ഇപ്പൊ അടുത്ത സീസണിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടി സംസാരിച്ചാൽ, ഒരു വീഡിയോയിൽ സംസാരിച്ചാൽ മതി, നമ്മളെ PR ആയി കളയും. അനുമോളുടെ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ ശരികളാണ്, എന്റെ തോന്നലുകളാണ്. ആ തോന്നലിൽ ഞാൻ PR ആണെങ്കിൽ ഞാൻ PR തന്നെയാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ പറയുന്ന പിന്നെ ഈ PR എന്ന് പറയുന്നവർ ഒന്നുകൂടെ ഒന്ന് കേൾക്കണം. ഞാൻ അനീഷിന്റെയും ഷാനവാസിന്റെയും ഈ പറയുന്ന അനുമോളുടെയും PR ആണ്. 3 പേരുടെ PR ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ഒരാളുടെ PR ഒന്നുമല്ല, 3 പേരെ എടുത്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് സന്തോഷമുള്ളത് എന്തായാലും ഈ നെവിനെ പോലുള്ളവന്മാരുടെയും അക്ബറിനെയും ആര്യനെയും പോലുള്ളവന്മാരുടെ PR എടുക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ ന്യായീകരിച്ച് ഓരോരുത്തരുടെ മെഴുകുന്ന കാണുമ്പോഴേ മനസാക്ഷിക്ക് പോലും നിരക്കാത്ത മെഴുകലൊക്കെയാണ് മെഴുകുന്നത്. അതിലും നല്ലത് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നെവിൻ കാണിച്ച ചെറ്റത്തരത്തിന്, തെണ്ടിത്തരത്തിനും, അതുപോലെ തന്നെ ഈ ബുള്ളി ഗാങ്സ് ഈ ആഴ്ച മൊത്തം കാണിച്ചതിനും, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മളുടെ മഹാനടനം വന്ന് എന്താണ് അവിടെ പറയുന്നതെന്ന് കേൾക്കാൻ ഞാനും കാതോർത്തിരിക്കുകയാണ്. എന്താണ് അവിടെ ആ നടനമാടാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.